സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ വളരെ വ്യക്തമായി ചില വിഷയങ്ങൾ നമ്മൾ സമൂഹത്തിൽ വച്ചിരുന്നു. അതിൻ്റെ വാർത്തകളും വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ വച്ചതുകൊണ്ടല്ല വാർത്ത വരുന്നതുകൊണ്ട് നമ്മൾ എടുക്കുന്നു എന്നുള്ളതല്ല, തിരിച്ച് പറഞ്ഞാൽ മതി. ഈ കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ പെൻഷൻ 16 മാസമായി മുടങ്ങിയിട്ട്, ചിലർ പറയുന്നത് 17 മാസമായി മുടങ്ങിയിട്ടുണ്ടെന്നാണ്. ഇത് സംബന്ധിച്ച് വളരെ വലിയൊരു വാർത്ത ഇന്ന് റിപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഏകദേശം 3.8 ലക്ഷം ഗുണഭോക്താക്കൾ ഉണ്ട്. 3,80,000-ഓളം ഗുണഭോക്താക്കളുണ്ട്. 72 കോടി രൂപയാണ് അവർക്ക് പെൻഷൻ കൊടുക്കാൻ വേണ്ടത്. പ്രതിമാസ വരവെന്ന് പറയുന്ന 35 കോടിയേ ഉള്ളൂ. ചിലവ് ഏകദേശം ഈ 72 കോടി പെൻഷൻ കൊടുക്കാനും പിന്നെ മറ്റ് സംവിധാനങ്ങളെല്ലാം കൂടെ ചേർത്തൊരു 80 കോടിയുടെ ചിലവ് പ്രതിമാസം ആവശ്യമുണ്ട്. 35 കോടിയേ വരവുള്ളൂ. അപ്പോൾ 1,151 കോടി രൂപയുടെ കുടിശ്ശിക ഇതിനകത്ത് കിടപ്പുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട 60 വയസ്സ് കഴിഞ്ഞ കെട്ടിട നിർമ്മാണ ആളുകൾ അവർ അടയ്ക്കുന്ന ചെറിയ തുകയിലും പിന്നെ സർക്കാരിൻ്റെ ഈ സെസ് പിരിക്കുന്ന പൈസ എല്ലാം കൂടി കൊടുത്തിട്ടാണ് അവർക്ക് പണം കൊടുക്കേണ്ടത്. ബിൽഡിംഗ് സെസ് പിരിവിലൂടെയാണ് പെൻഷൻ കുടിശ്ശിക അടക്കം തീർക്കാനാകുമെന്നാണ് സർക്കാരിൻ്റെ വാദം. എന്നാൽ 2024 ജനുവരി 16 വരെ കുടിശ്ശിക 400 കോടിയാണ്. അപ്പോൾ കുടിശ്ശിക പിരിച്ചെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വലിയ പ്രശ്നം. ഇൻഫർമേഷൻ കേരള മിഷൻ തയ്യാറാക്കിയ സോഫ്റ്റ്വെയറിലൂടെ ഓൺലൈനായി സെസ് പിരിച്ചെടുക്കുന്നതോടെ പ്രതിമാസം 80 കോടി രൂപ ബോർഡിലേക്ക് എത്തുമെന്നും പെൻഷൻ കുടിശ്ശിക തീർക്കാൻ കഴിയും എന്നാണ് സർക്കാർ കണക്കൂട്ടുന്നത്. പക്ഷേ വേണ്ടത്ര പണം ഈ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് വേണ്ടി പിരിക്കുന്ന സെസ്സിൻ്റെ പണം ഇൻഫർമേഷൻ കേരള മിഷൻ്റെ IKMൻ്റെ സോഫ്റ്റ്വെയർ വഴി വരുന്നില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇതിനിടയിൽ നമ്മുടെ മന്ത്രി ശിവൻകുട്ടി ആണല്ലോ തൊഴിൽ വകുപ്പ് മന്ത്രി. അദ്ദേഹം നിയമസഭയിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു. സെസ് പിരിവിലൂടെ ബോർഡിൻ്റെ വരുമാനത്തിൽ കാലക്രമേണ വർധന ഉണ്ടാകും. അങ്ങനെ പെൻഷൻ അടക്കം സമയബന്ധിതമായി വിതരണം ചെയ്യാൻ പറ്റുമെന്ന് വി ശിവൻകുട്ടി അവർ നിയമസഭയിൽ പറയുകയും ചെയ്തു. പക്ഷേ വേണ്ടത്ര മുന്നോട്ട് പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്താണ് സംഭവിച്ചത്? കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് ക്ഷേമ പെൻഷനും മറ്റ് ആനുകൂല്യം തുടങ്ങിയിട്ട് മുടങ്ങിക്കിടക്കുകയാണ്. 16 മാസമായി. ഞാൻ പറഞ്ഞ പോലെ 3,80,000 തൊഴിലാളികളുടെ ഒരു പ്രശ്നമാണത്. 2024 മുതലുള്ള ആനുകൂല്യങ്ങളും ആണ് നൽകാനുള്ളത്. 1,152 കോടി രൂപയുടെ കുടിശ്ശികയാണുള്ളത്. 992 കോടി രൂപ പെൻഷൻ കുടിശ്ശിക മാത്രമായിട്ടുണ്ട്. മറ്റ് ആനുകൂല്യങ്ങൾ കൊടുക്കാനുള്ളത്, അത് പെൻഷൻ പറ്റും കൊടുക്കുന്ന അംശാദായം പോലുള്ള കാര്യങ്ങൾക്ക് 160 കോടി രൂപയും 1,600 രൂപയാണ് പ്രതിമാസം പെൻഷൻ കൊടുക്കേണ്ടത്. 6 മാസത്തിനകം കുടിശ്ശിക കൊടുത്തു തീർക്കുമെന്ന 2024 സെപ്റ്റംബറിലെ സർക്കാർ വാക്കും ഉറപ്പും പാഴ്വാക്കായി. അപ്പോൾ ഇത് കൊടുക്കാമെന്ന് സർക്കാർ പറയുന്നെങ്കിലും സർക്കാരിന് പണം വന്നാലേ കൊടുക്കാൻ പറ്റൂ. അവിടെയാണ് പ്രശ്നം. സെസ് പിരിച്ച് വരണം, അല്ല സർക്കാരിൻ്റെ ഖജനാവിൽ നിന്നിന് പൈസ കിട്ടുന്നില്ല. അപ്പോൾ സെസ് പിരിച്ച് വരിക എന്ന് പറയുന്ന ഒരു വലിയ പ്രോസസ്സാണ്. അത് കെട്ടിട നിർമ്മാണത്തിൻ്റെ ഭാഗമായും കെട്ടിടങ്ങൾക്കും ഒക്കെ ഉള്ള ഇൻഫർമേഷൻ കേരള മിഷയുടെ സോഫ്റ്റ്വെയർ വഴി പണം വന്നാലേ കൊടുക്കാൻ പറ്റും. അപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി ഉള്ളതുകൊണ്ടാണ് കൊടുക്കാൻ പറ്റാത്തത്. അതിന് ആർക്ക്? സർക്കാരിൻ്റെ അല്ല ഈ പ്രതിസന്ധി പറയുന്നത്. ബോർഡിന്, ക്ഷേമനിധി ബോർഡിന് കൊടുക്കാൻ പറ്റാത്ത, കെട്ടിട നിർമ്മാണത്തിലുള്ള ക്ഷേമനിധി ബോർഡിന് കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. പെൻഷനും മറ്റ് ആനുകൂല്യം പ്രതിമാസം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 72 കോടി രൂപ വേണം. അതിൽ 35 കോടി രൂപ വരുമാനമായിട്ട് വരുന്നുള്ളൂ. 80 കോടി രൂപയുടെ ചിലവും വരുന്നുണ്ട്. അപ്പോൾ തനത് ഫണ്ടിൽ പ്രവർത്തിക്കുന്ന കെട്ടിട നിർമ്മാണത്തിലുള്ള ക്ഷേമനിധി ബോർഡിൻ്റെ പ്രധാന വരുമാനം തൊഴിലാളികളുടെ അംശാദായവും ഈ ബിൽഡിങ്ങിൻ്റെ സെസ് പിരിവുമാണ്. മറ്റൊരു പൈസയും സർക്കാർ കൊടുക്കുന്നില്ല. മറ്റ് ചില ക്ഷേമനിധി ബോർഡുകൾക്ക് സർക്കാരിൻ്റെ സഹായമുണ്ട്. അവർ സർക്കാർ സഹായം കൊടുത്തിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ ഇവിടെ സെസ് പിരിവ് മാത്രമാണ് പ്രധാനം. പക്ഷേ അത് പിരിവ് നടക്കുന്നില്ല എന്നല്ല, വേണ്ടത്ര പണം സർക്കാരിലേക്ക്, ക്ഷേമനിധി ബോർഡിലേക്ക് വരുന്നില്ല. അതുകൊണ്ട് തന്നെ 16 മുതൽ 17 മാസം വരെ ക്ഷേമനിധി ബോർഡ് പെൻഷൻ മുടങ്ങിയിരിക്കുകയാണ്. 3,80,000 ആളുകൾ, 3,80,000 ആളുകളുടെ ഒരു വലിയ പ്രതിസന്ധിയാണത്. നിരവധി ആളുകൾ ഞങ്ങളുടെ വീഡിയോകൾക്ക്, മറ്റ് വിഷയങ്ങളിലെ വീഡിയോ എല്ലാം കണ്ടിട്ട് ഞങ്ങളെ വിളിക്കുകയും ഞങ്ങളുടെ പരാതി പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ കൂടി ചെയ്യുന്നത്. കൃത്യമായി കണക്കുകൾ വെച്ചുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. പരമാവധി തുക കൊടുക്കാൻ, കഴിയുന്നത് വേഗം കൊടുക്കാനുള്ള ശ്രമം കെട്ടിട നിർമ്മാണ ക്ഷേമനിധി ബോർഡിൽ നിന്നും ബന്ധപ്പെട്ട വകുപ്പിൽ നിന്നും ഉണ്ടാകുമെന്നത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.